ജാൻമോണിയെയും അഭിഷേക് ജയദീപിനെയും ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചു. പോലീസിന് കംപ്ലൈന്റ് കൊടുത്തപ്പോഴാകട്ടെ പോലീസ് ആണെങ്കിൽ പ്രോഗ്രാം നടത്തിയവരുടെ ഭാഗത്ത്. എന്താണ് സംഭവം? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ജാൻമണിയും അഭിഷേകിനെയും വിളിച്ചു വരുത്തി അപമാനിച്ച കേസ് ന്യായം ആരുടെ ഭാഗത്താണ്? ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുകയാണ്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം മുമ്പേ ജാൻമണി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോക്കകത്ത് ജാൻമണി പറയുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. അതായത് ജാൻമണി കൊച്ചിയിലാണ് താമസിക്കുന്നത്, അഭിഷേക് ഈ പറഞ്ഞ പോലെ തൃശ്ശൂരാണ്. അപ്പോൾ ജാൻമണിയെയും അഭിഷേകിനെയും കൂടി ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, ഒരു ഇവന്റിന് വേണ്ടിയിട്ട് രണ്ടുപേരെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റിലേക്ക്. അപ്പോൾ കാലിക്കറ്റിലേക്ക്, എനിക്കത് മനസ്സിലായ സംഭവമാണ്, കാലിക്കറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇവന്റിന് വേണ്ടിയിട്ട് ഒരു പേയ്മെന്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു പൈസയും കൊടുത്തില്ല. ട്രാവലിങ്ങോ ഫുഡോ അതിൻ്റെതോ അല്ലെങ്കിൽ അവരവിടെ വരുന്നതിൻ്റെയോ അവരുടെ പ്രോഗ്രാം ഷെഡ്യൂളിൻ്റെയോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഈ പ്രോഗ്രാം വിളിച്ചതനുസരിച്ച് എന്ത് ചെയ്തു, അവരവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അവർ നേരെ കാലിക്കറ്റ് എത്തിയിട്ട് അവരുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ്, പ്രോഗ്രാം ഇത്ര മണിക്കാണെന്ന് അറിയിക്കുന്നു, മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് അവരെന്ത് ചെയ്യുന്നു, റെഡി ആയിരിക്കുന്നു. ഫോൺ വിളിക്കുകയാണ്. അവിടെ ഇവൻറ്റിന് വേണ്ടിയിട്ട് ഇവരാരാണോ അറേഞ്ച് ചെയ്ത് അവരെ ഫോൺ വിളിക്കുകയാണ്, അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി അല്ലെങ്കിൽ ട്രാവലിന് വേണ്ടി, അവിടെ എത്താൻ വേണ്ടി, എത്തട്ടെ വരട്ടെ എന്നുള്ള ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പക്ഷേ എടുക്കുന്നില്ല, കോൾ എടുക്കുന്നില്ല. ഒരു തവണ വിളിക്കുന്നു, 2 തവണ വിളിക്കുന്നു, 3 തവണ വിളിക്കുന്നു, 20 തവണ വരെ വിളിക്കുന്നുണ്ടെന്നാണ് അതിനകത്ത് അഭിഷേക് പറയുന്നത്. അപ്പോൾ 20 തവണ വരെ വിളിച്ചിട്ടും അവർ ആ ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ അല്ലെങ്കിൽ ആ പറയുന്ന പ്രോഗ്രാം നടത്തുന്ന ആളോ ആരോ ആവട്ടെ, അവർ ഫോൺ എടുക്കുന്നില്ല. ജാൻമണിയും അഭിഷേകും മേക്കപ്പ് ചെയ്ത് 6 മണിക്കൂറോളം അവിടെ ഇരിക്കുകയാണ്. 6 മണിക്കൂറോളം അവർ മേക്കപ്പും ചെയ്തുകൊണ്ട് ഇവർക്കൊരു കോള് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇവർക്ക് കോളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇവന്റ് നടക്കുന്ന സ്ഥലം ഇവർക്കറിയാം. ഇവരെന്ത് ചെയ്യുന്നു, ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് നേരെ പോകുന്നു. ജാൻമണിയും അഭിഷേകും കൂടി നേരെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ജാൻമണിക്ക് കുറേ സെക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ജാൻമണിയാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇവന്റിന്റെ തന്നെ പല പല ഭാഗങ്ങളായിട്ട് കൊടുത്തു. അപ്പോൾ അതെല്ലാം തന്നെ ഓൾറെഡി ജാൻമണി ഇല്ലാതെ തന്നെ അതെല്ലാം ഫിനിഷ് ചെയ്തു എന്ന് ജാൻമണി അഭിഷേക് പറയുന്നുണ്ട്. മാത്രമല്ല അവിടെ പോയതിനു ശേഷം പേയ്മെന്റിന്റെ കാര്യം ഫസ്റ്റ് നമ്മുടെ പേയ്മെന്റ് ഒന്ന് ക്ലിയർ ആക്കും. നമ്മുടെ ട്രാവൽ എക്സ്പെൻസ്, ഫുഡ്, ഇതൊന്നും തന്നെ നമുക്ക് എന്താ പറയുക, നിങ്ങളൊന്നും നോക്കിയിട്ടില്ല, നമ്മുടെ പേയ്മെന്റ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചും യാതൊരുവിധ റിപ്ലൈസും അവർ കൊടുത്തിട്ടില്ല. നല്ലപോലെ ഒടക്കായി എന്നാണ് പറയുന്നത്. മാത്രമല്ല തുടർന്ന് ജാൻമണി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയുണ്ടായി. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട്, നമ്മളെ വിളിച്ചു വരുത്തി അപമാനിച്ചു, നമ്മൾ വന്നപ്പോഴത്തേക്കും നമ്മളില്ലാത്ത ലെവലിൽ അവിടെ ഗസ്റ്റായിട്ട് നമ്മളവിടെ ഇല്ല, ആ ലെവലിൽ അവിടെ പ്രോഗ്രാം എന്ത് ചെയ്യണം നടക്കും, പിന്നെ നമ്മൾ എന്തിനു വിളിച്ചു വരുത്തി, നമ്മൾ ട്രാവൽ എക്സ്പെൻസ് പോലും, നമ്മൾ ഇതുവരെ വന്ന നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് എത്ര സമയം എടുത്തിട്ടാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് കാലിക്കറ്റ് വരെ എത്താനായിട്ട്. അപ്പം കൊച്ചി ടു കാലിക്കറ്റ് എന്നാണ് അതിനകത്ത് ജാൻമണി പറയുന്നത്. അപ്പോൾ ഇവരുടെ ജാൻമണിയുടെ വീട് കൊച്ചിയാണ്, അഭിഷേകിന്റെ തൃശ്ശൂരാണ്. അതാണ് ഞാൻ പറഞ്ഞ കാലിക്കറ്റ് വെച്ചിട്ടാണ് പ്രോഗ്രാം എന്ന്. അപ്പോൾ അങ്ങനെ നടന്ന സമയത്ത് പോലീസിനോട് കംപ്ലൈൻറ്റ് എടുത്തു. പോലീസ് അവരുടെ ഭാഗം നിന്നു എന്നാണ് ജാൻമണി പറയുന്നത്. അഭിഷേകം പറഞ്ഞ പോലീസ് അവരുടെ ഭാഗത്താണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡയലോഗ് കൂടി പറഞ്ഞു വന്ന്, ഇത് കേരളമാണ്, ഇവിടെ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതായത് ജാൻമണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരിടത്ത് വിളിച്ചു വരുത്തി അപമാനിച്ചതിന് യാതൊരു വിലയുമില്ല. അതെ, ഒരു വിലയുമില്ല. കാരണം എന്താണ്? മലയാളി ആയതുകൊണ്ടാണ്, മലയാളി അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ജാൻമണി ആ വീഡിയോക്കകത്ത് തന്നെ ജാൻമണി പറയുന്നത് വെറും 3rd ക്ലാസ് ആൾക്കാരായിട്ടാണ് അവിടെയുള്ള ആൾക്കാർ. ഞാൻ 3rd ക്ലാസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്നെ ആൾക്കാർ ഓരോന്ന് പറയും, പക്ഷേ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. എന്താ, 3rd ക്ലാസ് ആൾക്കാരാണ്. കാരണം അവർക്കൊരു ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പേയ്മെൻറ്റ് പോലും തരാത്തത്. നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ആയിരിക്കുമല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ അതുപോലും നമുക്ക് തന്നിട്ടില്ല. എൻ്റെ കാര്യം പോട്ടെ, ഞാൻ മലയാളി ഇല്ല എന്ന് പറയുന്നു. അഭിഷേകോ? അപ്പോൾ അഭിഷേകിന് റൈറ്റ്സ് ഇല്ലേ? അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, നല്ലൊരു വേർതിരിവ് കാണിച്ചു എന്നുള്ളൊരു കാര്യം ജാൻമണിയും അഭിഷേകും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറായിട്ട്, എനിക്ക് 1 മണിക്കൂറായിട്ടുണ്ടെന്ന് തോന്നുന്നു, ജാൻമണി വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഭവം, വിളിച്ചു വരുത്തി അവമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി പറഞ്ഞിട്ടുണ്ട്. ജാൻമണി ആ വീഡിയോക്കകത്ത് പറയുന്നത് വെച്ചിട്ടും അഭിഷേക് ആ വീഡിയോക്കകത്ത് പറയുന്നത് വെച്ചിട്ടും ആണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഭാഗത്ത് ന്യായമാണ്. നമുക്ക് മറുഭാഗം അറിയില്ല. എന്നിരുന്നാൽ കൂടിയും അവരതിനകത്ത് പറയുന്ന ഓരോരോ കാര്യങ്ങൾ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും അവരുടെ രണ്ടുപേരുടെയും ഭാഗത്താണ് ന്യായമുള്ളത്. ബിക്കോസ് ഒരാളെ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചു വരുത്തുക, പേയ്മെൻറ്റ് കൊടുക്കാതെ അവരവിടെ പോവുക, അതിനുശേഷം അവരെ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് കൃത്യസമയത്ത് എത്തുമ്പോൾ വിളിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം കിട്ടിയില്ലായിരിക്കാം, നമുക്ക് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തുമ്പോൾ അവിടെ പ്രോഗ്രാം എല്ലാം ഓൾറെഡി ഫിനിഷ് ചെയ്ത് കഴിയുക,
അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂൾ കഴിയുക എന്നെല്ലാം പറയുന്നത് ശരിക്കും വിളിച്ചു വരുത്തി അപമാനിക്കുകയും നാണം കെടുത്തുന്നതിനും തുല്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് വഴി അവർ പുറത്തിറങ്ങി സെലിബ്രിറ്റീസ് ആയവരാണ്. അവരുടെ മിനിറ്റുകൾ ഞാൻ ജാൻമണി പൊക്കി പറയുന്നതോ അഭിഷേകിനെ പൊക്കി പറയുന്നതല്ല. ജാൻമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒത്തിരി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, സെലിബ്രിറ്റീസിന് മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. ജാൻമണിയുടെ പേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പം അങ്ങനെയുള്ള ഒരാളെ വിളിച്ചിട്ട് അപമാനിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതേസമയം ജാൻമണിക്ക് മാത്രമല്ല അഭിഷേകിനും വാല്യൂ ഉണ്ട്. ഞാൻ ജാൻമണിയുടെ കാര്യം എടുത്ത് പറഞ്ഞത് ജാൻമണി ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും തിരക്കുള്ള ഒരാളാണ്. ജാൻമണിയുടെ ഒന്നും ഈ പറയുന്ന പേയ്മെൻ്റ് ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അത്രയ്ക്കും നല്ല പേയ്മെൻറ്റ് വാങ്ങിച്ചും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അത്രയ്ക്കും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണ് ജാൻമണി, നമുക്കൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ അഭിഷേകും അതുപോലെ തന്നെയാണ്. എന്താ പറയുക, ഒത്തിരി സംഭവങ്ങളും പ്രൈസസും അവാർഡ്സും ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള 2 സെലിബ്രിറ്റീസിനെ വിളിച്ച് അപമാനിച്ചത് വളരെ മോശമായി പോയി. അത് പോലീസിനോട് ചോദിച്ചപ്പം അവരുടെ ഭാഗത്തു നിന്ന് ഇത് കേരളമാണ് എന്നുള്ള ഒരു ലെവലിലുള്ളൊരു ടോക്ക് വന്നതും ഒട്ടും ശരിയായില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇതിനിടയ്ക്ക് നടന്നു. നിങ്ങളത് വല്ലതും അറിഞ്ഞായിരുന്നോ? ആരെങ്കിലും കുറേ പേരിനി വരും ജാൻമണിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തത് കൊണ്ടാണ് ജാൻമണിക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട് വരുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞിട്ട് തുടർന്ന് അതിനനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ഉറപ്പായിട്ട് ഞാൻ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ജാൻമണി പോസ്റ്റ് ചെയ്തത് കണ്ടത്. സോ ഞാൻ വിചാരിച്ചു എനിക്ക് അതിനെക്കുറിച്ച് പറയണമെന്ന്. കാരണം ഇതേ സെയിം സാധനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് നേരിട്ട് നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചതാണ്, സ്റ്റേഷനിൽ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇതിനൊന്നൊരു വിലയില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം സ്വയം തിരിച്ചറിയുക. മലയാളികൾക്ക് തന്നെ ഇവർ വില കൊടുക്കുന്നില്ല. ജാൻമണി പറയുന്നതിനും കാര്യമുണ്ട്. എൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, മലയാളിയായിട്ടുള്ള അഭിഷേക് ഇവിടെ ഉണ്ട്. അഭിഷേകിൻ്റെ കേസ്, അഭിഷേകിന് എന്തുകൊണ്ട് നീതി കിട്ടിയില്ല എന്നുള്ളൊരു കാര്യമാണ് ജാൻമണി ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത്, മലയാളികൾക്ക് ഇവിടെ വില കൊടുക്കുന്നില്ല. കാരണം ഇവിടുത്തെ ഈ പറയുന്ന പോലീസും അധികാരികളും മേലധികാരികളും എല്ലാം തന്നെ എന്താണെന്നുള്ള കാര്യം അവരോട് തന്നെ ചോദിക്കണം. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ലെവലിലാണ് അവർ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ആയിരിക്കാം. അത് ആരുടെ തെറ്റാണ്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എന്തായാലും ജാൻമണിക്കും അഭിഷേകിനും പറ്റിയത് വിളിച്ചു വരുത്തി നാണം കെടുത്തിയ തന്നെയാണ്. അതൊരിക്കലും ശരിയായില്ല. ജാൻമണി അഭിഷേകൻ എന്നല്ല ഏതൊരു മനുഷ്യനായാലും ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചു വരുത്തി അവരവിടെ ചെന്ന് നോക്കുമ്പോൾ വേറൊരാളെ വിളിച്ച് ആ പ്രോഗ്രാം കൊടുക്കുന്ന, അല്ലെങ്കിൽ വേറൊരാൾ അവിടെ വന്നിരുന്ന് ചെയ്യുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളേ ഇല്ല, നിങ്ങളില്ലാതെ ചെയ്യാൻ നമുക്കറിയാമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഉടക്കായി എന്നാണ് പറയുന്നത് ജാൻമണി. അത് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നില്ല. ഇവരൊക്കെ ആയിട്ട് വഴക്കായിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയെ കണ്ടിട്ടുള്ളൂ. എന്നിൽ 2 പേരുടെയും കോൺടാക്ട് നമ്പർ ഉണ്ട്, ജാൻമണിയുടെയും ഉണ്ട്, അഭിഷേകിൻ്റെയും ഉണ്ട്. 2 പേരെ ഞാൻ വിളിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല. കാരണം ആ വീഡിയോ കണ്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്തായാലും അത് വളരെ മോശപ്പെട്ടൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ആരെ ആയാലും ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചു വരുത്തി അവരവരുടെ സമയവും കളഞ്ഞ് അവരുടെ വർക്കിന് വേണ്ടി 3-4 മണിക്കൂർ ട്രാവലും ചെയ്ത് വന്നപ്പോൾ അങ്ങനെ കാണിച്ചത് വളരെ മോശമായിപ്പോയി. അവർ മേക്കപ്പ് ചെയ്ത് 6 മണിക്കൂർ വെയിറ്റ് ചെയ്തു എന്നതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എനിവേ ഭയങ്കര മോശമായിപ്പോയി, ഭയങ്കര മോശം പരിപാടി. ഇത്രയും പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബിഗ് ബോസിനെ കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. നാളെ രാവിലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.